സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങേക്കടക്കം ഈ ചർച്ചയിലിരിക്കാനുള്ള യോഗ്യതയെപ്പറ്റി രാഷ്ട്രീയമായ ഒരു വിമർശനം CPM-ന്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് A റഹീം ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ അങ്ങനെയല്ല ആ കാലത്തെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും നിഷ്പക്ഷമായി കാണുമ്പോൾ തോന്നുക. ഞാൻ അങ്ങയുടെ ഭാഗത്തേക്ക് വരികയല്ല, ഭാഗം ചേരുകയുമല്ല. പക്ഷേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഈ സോളാർ എന്നതൊരു അഴിമതിയാണ്, അതുമായി ബന്ധപ്പെട്ട് കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ വേരുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ നീളുന്നതാണ് എന്ന് അങ്ങയുടെ നടപടിയിലൂടെ അങ്ങ് സമർത്ഥിച്ചിട്ടുള്ളത്, തെളിയിച്ചിട്ടുള്ളത്. അതിനൊരുപാട് രാഷ്ട്രീയമായ വില കൊടുക്കേണ്ടി വന്ന വ്യക്തിയുമാണ് അങ്ങ്. ഇപ്പോൾ ഈ ജോപ്പൻ എന്ന ആളിലേക്ക് മാത്രമായി അത് ചുരുങ്ങുകയുണ്ടായല്ലോ, പിന്നീട് ഒരു ഇഞ്ച് അത് മുന്നോട്ട് പോവുകയുണ്ടായില്ലല്ലോ. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അവിടെയാണ് പിയേഴ്സൺ പറയുന്നൊരു പരമപ്രധാനമായ കാര്യമുള്ളത്. രണ്ടാമനാണ്, പ്രബലനാണ്, പക്ഷേ പുറത്തേക്ക് പോകാം എന്ന് പറയുകയാണ്. ഇത് നൽകുന്നൊരു സന്ദേശമുണ്ട്. അടുത്ത 4.5 വർഷക്കാലത്തേക്ക് അടങ്ങി ഒതുങ്ങി ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല നിർവഹിക്കൂ, അല്ലെങ്കിൽ പുറത്തേക്കാണ് വഴി എന്ന്. ആദ്യം മുതൽ തന്നെ ഇത്തരമൊരു കർക്കശ സ്വഭാവം നിങ്ങൾ പുലർത്തിയിരുന്നെങ്കിൽ അങ്ങിപ്പോൾ പ്രതിപക്ഷത്തായിരിക്കില്ല ഇരിക്കുന്നത് എന്ന് അങ്ങേക്കറിയുന്നതാണല്ലോ. ജനം ശിക്ഷിച്ചതിൻ്റെ ഭാഗമായാണല്ലോ അവിടെ ഇരിപ്പിടം കിട്ടിയത്. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഇവിടെ ഇങ്ങനെയൊരു കൃത്യമായ സന്ദേശം നിങ്ങൾക്ക് നൽകാൻ പരിമിതികൾ ഉണ്ടായിരുന്നിരിക്കും. അന്നത്തെ ജനവിധി നിങ്ങൾക്ക് നൽകിയ രാഷ്ട്രീയ ദൗർബല്യങ്ങളുണ്ടാവും. പക്ഷേ അവനവൻ്റെ പാളയത്തിലുള്ളവരെയെങ്കിലും തള്ളിക്കളയാനുള്ള ആർജവം നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. അതിനുള്ള അവസരം വന്നപ്പോഴും നിങ്ങളത് വിനിയോഗിക്കാതെ ജനത്തെ വെല്ലുവിളിച്ചു എന്നാണ് റഹീം ചൂണ്ടിക്കാട്ടിയ. നമുക്ക് ഇപ്പോൾ ശരിയെന്ന് വീണ്ടും ജനവിധിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഉറപ്പോടെ അങ്ങയോട് തന്നെ തിരിച്ചു ചോദിക്കാൻ കഴിയുന്ന ചോദ്യം, ശ്രീ തിരുവഞ്ചൂർ. ശ്രീ വേണു, എനിക്ക് ശ്രീ റഹീമുമായിട്ട് വ്യക്തിപരമായി വലിയ അടുപ്പമില്ല. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളും കേട്ടപ്പോൾ അദ്ദേഹത്തെ എന്നെ ഒട്ടും അറിയത്തില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇനി സോളാറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കമ്മീഷനുണ്ട്, അദ്ദേഹം നേരിട്ട് അവിടെ ഹാജരാകണം. ഏതെങ്കിലും തെളിവുണ്ടെങ്കിൽ അദ്ദേഹം ഒന്നും രഹസ്യമായിട്ട് വെക്കരുത്, അവിടെ കൊടുക്കണം. ഞാനൊരു വെല്ലുവിളി എന്നുള്ള രൂപത്തിൽ പറയാൻ, എന്നാലും വെല്ലുവിളിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങോട്ട് കൊടുക്കുക. കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുക. ഇല്ലെങ്കിൽ അരുതാത്തത് പറയാനുള്ളൊരു സന്ദർഭമാക്കി ഇതുപോലുള്ള ചർച്ചകൾ കൊണ്ടുപോകരുത്. ഈ ചർച്ചയിൽ കുറച്ചുകൂടി ഉയർന്ന മാനദണ്ഡത്തോടു കൂടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ. അതുകൊണ്ട് മറുഭാഗത്തിരുന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി എന്നുള്ളത് കൊണ്ട് ഇപ്പുറത്തിരിക്കുന്ന ആളുകളെ ആരെയും അടിച്ചമർത്തിക്കളയും എന്ന് പറയുന്ന ഏകാധിപത്യ സ്വഭാവത്തിന് മുമ്പിൽ കീഴടങ്ങുന്നത് പ്രശ്നമേയില്ല. അതവിടെ നിൽക്കട്ടെ. ശ്രീ വേണു എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു ഗവൺമെൻറ് എടുക്കുന്ന ചില സമീപനങ്ങളാണ്. ആ സമീപനങ്ങളിൽ ഞങ്ങളെടുത്ത സമീപനങ്ങളുണ്ട്. ഞങ്ങൾ ചില തെറ്റുകൾ തിരുത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകാം. ഞങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ആ നടപടികളെല്ലാം കേരള ജനസമൂഹത്തിന് അറിയാവുന്നതുമാണ്. പക്ഷേ എണ്ണി തിട്ടപ്പെടുത്തി 1, 2, 3 എന്നുള്ള നിലയിൽ വേണു എന്നോട് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ കൃത്യതയോടുകൂടി നടപടിയെടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ജനങ്ങൾ അതേസമയം ആക്ഷേപം ഉന്നയിക്കുക, വെറുതെ കണ്ണും പൂട്ടി ഇപ്പോൾ ഈ റഹീം ചെയ്തതുപോലെ തന്നെ കണ്ണും പൂട്ടി 4 അടി അടിക്കുക, എന്നിട്ട് അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ തലയിലാണ് എന്ന് വരുത്തിയിട്ട് ആ മിടുക്കൻ കളിപ്പോട്ടെ. അനാരോഗ്യകരമായ വിമർശനമായിരിക്കാം. അടുത്ത അവസരത്തിൽ റഹീം അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കട്ടെ. പക്ഷേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കുഴപ്പക്കാരനെ പുറത്തേക്ക് ചൂണ്ടുപലക കാട്ടുന്നു ഈ സർക്കാർ. അങ്ങേക്കോ കുഴപ്പക്കാരനെ പിടിച്ചതിന് പുറത്തേക്കുള്ള ചൂണ്ടുപലക കാട്ടപ്പെടുകയും ചെയ്തു. ഇതൊരു വല്ലാത്ത വിധി വൈപരീത്യമായി തോന്നുന്നില്ലേ? ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നടന്ന സംഭവങ്ങളിൽ ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ ഉടൻ ആ ആക്ഷേപത്തിൻ്റെ പേരിലെ നടപടി എന്ന് പറയുന്ന അധാർമികമാണ്. പക്ഷേ ഇവിടുത്തെ കേസ് വേറെയാണ്. നേരത്തെ തന്നെ ശ്രീ മുരളീധരൻ സൂചിപ്പിച്ചു, ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. മൊറാഴ ലോക്കൽ കമ്മിറ്റിയുടെ പെറ്റീഷനുണ്ട്, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പെറ്റീഷനുണ്ട്, ജോസഫൈൻ കൊടുത്തൊരു പെറ്റീഷനുണ്ട്. അതിന് മേളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒട്ടനവധി നേതാക്കന്മാർ പറഞ്ഞ കാര്യമുണ്ട്. ഇവിടെ ജനയുഗം എഴുതിയ എഡിറ്റോറിയലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പാർട്ടിക്കാർ ഇവിടെ മറ്റു പാർട്ടി NCPയുടേതായിട്ടും ജനതാദളിൻ്റെയായിട്ടും പുറത്തു വന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം, രാജിയല്ലാതെ മറ്റെന്ത് പോംവഴിയെക്കുറിച്ച് അസുഖകരമാണ് എന്ന്, അത് അങ്ങയുടെ വ്യക്തിപരമായ പരിമിതി അല്ല എന്നും എനിക്കറിയാം. പക്ഷേ അങ്ങേക്കൊരു മുതിർന്ന നേതാവ് എന്ന ഉത്തരവാദിത്തമുള്ളത് കൊണ്ട്
അങ്ങയുടെ പാർട്ടിയുടെയും അങ്ങ് പ്രതിനിധീകരിച്ചിരുന്ന മുൻ സർക്കാരിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളതുകൊണ്ടും അങ്ങേക്കുണ്ടാകുന്ന പരിമിതിയായിരിക്കാം. എങ്കിലും എനിക്ക് ചോദിക്കാത്ത തരമില്ല. ശ്രീ തിരുവഞ്ചൂർ, അങ്ങ് ഈ ജോപ്പനുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തതിൻ്റെ പേരിൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലായിട്ടില്ലേ? KC ജോസഫിൻ്റെ വീട്ടിൽ ചേർന്ന ഗ്രൂപ്പ് യോഗത്തിൽ അങ്ങയെ വിമർശിക്കുകയുണ്ടായില്ലേ? മുഖ്യമന്ത്രി ഇല്ലാത്ത ഘട്ടത്തിൽ അങ്ങെടുത്ത സാഹസമായി അത് വിലയിരുത്തപ്പെട്ടില്ലേ? അങ്ങേക്ക് മറ്റ് താല്പര്യങ്ങളാണ് അതിൻ്റെ പിന്നിലെന്ന് ആക്ഷേപം ഉയർന്നില്ലേ? പിന്നൊരു നിർണായക ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് തന്നെ കൈമോശം വരുന്ന വിധത്തിൽ അത് എല്ലാം രൂപപ്പെട്ടു വരികയുണ്ടായില്ലേ? അങ്ങേക്ക് വില കൊടുക്കേണ്ടി വന്നിട്ടില്ലേ? വേണു, അത് ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കമ്മീഷൻ്റെ മുമ്പിൽ നിൽക്കുകയല്ലേ. കമ്മീഷൻ കാര്യങ്ങൾ കേട്ട് കമ്മീഷൻ കാര്യങ്ങൾ പറയട്ടെ. എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ കമ്മീഷൻ്റെ അടുത്ത് 3 ദിവസമായി സംസാരിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കമ്മീഷൻ്റെ നിഗമനങ്ങൾ വരുന്നതിന് മുമ്പ് അതുപോലൊരു നടപടിയിലേക്ക് പോകുന്നത് ശരിയല്ല. അതെൻ്റെ ധാർമ്മികത്വത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല. ശരിയായ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ശരി, ഞാൻ മറ്റതിഥികളിലേക്ക് വരാം. എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇനിയുള്ള ഇടവേളകളുടെ സമയദൈർഘ്യം കുറവായിരിക്കുന്നതുകൊണ്ട് മറ്റാരും അക്ഷമരാകരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഇടവേള കൂടി.